ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പ്രേം കെ സിവ ഓർ കുച്ച് നെഹി എന്നുള്ള ഡയറിയുടെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് ഡേയിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ഡേയിലെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലേ. दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. രണ്ടാമത്തെ ദിവസം ആ റിപ്പോർട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സഹോദരിയുടെ കൂടെ പോയതാണ്. മേരി ബഹനെ നന്നി ബച്ചിക്കോ ഗോദ് മേ ലേ രഖാ താ. എൻ്റെ സഹോദരിയുടെ കയ്യിൽ സഹോദരിയുടെ ചെറിയ കുട്ടിയുണ്ട്. റിപ്പോർട്ട് ലേനേക്ക് ബാദൂസെ ഫോട്ടോ കോപ്പി കർവാനി തീ. ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കേണ്ട ആവശ്യമുണ്ട്. വഹ് പൈസ ടൂട്ടിനേലേക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ തരയാണ്. ജേബ് മേ പൈസ നെഹിദേ ഊപ്പർ അസ്പതാൽ കെ ചൗദേ തല്ലേ മേ ഹി ചുട്ട് ഗയേ. അവർ ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി കാശ് തരയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കാശ് എവിടെയാണുള്ളത്? ഹോസ്പിറ്റലിൻ്റെ മുകളിലത്തെ 4ാമത്തെ നിലയിലാണ് ഇവരുടെ കാശുള്ളത്. ഇവർ അവിടെ അഡ്മിറ്റാണ്. ഈ സഹോദരിയുടെ കുട്ടീനേറ്റ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഇവരുടെ റൂം 4ാമത്തെ നിലയിലാണ്. അവിടെയാണ് ഇവരുടെ കാശുള്ളത്. ഉസ്നെ ദുക്കാൻദാർ സെ കഹാ കി ബഹു കുച്ച് ദേർ മേ പൈസ ലാക്കർ ദേ ദേഗി. അവർ ഈ ഫോട്ടോ സ്റ്റാറ്റ് കടക്കാരനോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കാശ് കൊണ്ടുവന്ന് തരാം. ഉസേ ഫോട്ടോ കോപ്പി ചാഹിയേ ജരൂരി ഹെ. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ കോപ്പി തരണം അല്ലേ, കാശ് കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് തരാം, ഒരു അത്യാവശ്യമാണെന്ന് പറയും. പർ ദുക്കാൻദാർ ആനാകാനി കർത്താധിക. പക്ഷേ ഈ കടക്കാരൻ സമ്മതിക്കില്ല. തബി പാസ് ഗഡയേക്ക് ലടുക്കേനെ ഉസ്കി ഫോട്ടോ കോപ്പി കോപ്പി പൈസ ജമാ കർ ദിയേ. ഇത് കേട്ടുകൊണ്ട് ഒരു കുട്ടി, ഒരാൺകുട്ടി അവരുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഫോട്ടോ സ്റ്റാറ്റിന് കൊടുക്കാനുള്ള കാശ് ഇവരുടെ ഫോട്ടോ കോപ്പിക്ക് കൊടുക്കുകയാണ്. ബഹൻ ഉസെ പലട് കർ കുച്ച് കഹത്തി ലേക്കിൻ വഹ് ഭീഡ് മേ ഗായബ് ഹോ ചുക്കാതാ. സഹോദരി കുട്ടിയോട് തിരിഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേന് ഈ കുട്ടി ആൾക്കൂട്ടത്തിനിടയിലേക്ക് അപ്രത്യക്ഷമായി, അങ്ങോട്ട് നടന്നു പോയി. मैम शाम अस्पताल के बाहर चाय पीने निकली. आंखों दुख रही थी. चाय वाले को कहा, छोटे कप में चाय दीजिएगा. उसने बड़े कप में चाय दे दी. भैया छोटा कप. फिर से मैंने कहा. അങ്ങനെ പിന്നെ വൈകുന്നേരമായി. അപ്പോൾ നമ്മുടെ ജസിന്ത കർക്കട്ടെ ഒരു ചായ കുടിക്കാനായിട്ട് ഹോസ്പിറ്റലിന് പുറത്തുള്ള ഒരു ചായക്കടയിൽ വന്നതാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലായിട്ട് ഇങ്ങനെ ഉറങ്ങാതൊക്കെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്. അപ്പോൾ ആ ചായക്കടക്കാരനോട് ചോദിക്കുകയാണ്, ഒരു ചെറിയ കപ്പിൽ ചായ തരുമെന്ന്. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്? ഉസ്നെ ബഡേ കപ്പമേ ചായ ദേദി. അദ്ദേഹം വലിയൊരു കപ്പിൽ ചായ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലേഖിക വീണ്ടും പറയാണ്, ഭയ്യ ചോട്ടാ കപ്പ്. വലിയ കപ്പിൽ ചായ കൊടുത്തപ്പോൾ ഇവർ പറയാണ് ചെറിയ കപ്പിൽ മതിയെന്ന്. അപ്പോൾ എന്താ പറയണ? PGN ആപ്പ്, താങ്കൾ കുടിക്കൂ എന്ന് പറയാണ്. PGN ആപ്പ് कहकर वह किसी से बात करने से व्यस्त हो गया. मैंने चाय पी ली. फिर वह मेरी तरफ पलटकर बोला. അപ്പോൾ ചെറിയ കപ്പിൽ മതി എന്ന് പറയുമ്പോൾ ഇയാൾ ചായക്കടക്കാരൻ നല്ല ദയാലുവായിട്ടുള്ള ഒരാളാണ്. അയാൾ വലിയ കപ്പിൽ ചായ കൊടുത്തിട്ട് താങ്കൾ കുടിക്കൂ എന്ന് പറയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ലേഖിക ചായ കുടിക്കാൻ തുടങ്ങി. പിന്നെ അവരെ നേരെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, കോയി അസ്പതാൽമേ അഡ്മിറ്റ് ഹേ ക്യാ. പിന്നെ അവരോട് കുശലം ചോദിക്കുകയാണ്, ആരാണ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്, എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. मैंने सोचा कि मेरे पीछे कोई होगा, शायद उसी से पूछ रहा हो. उसने फिर कहा, आपसे पूछ रहा हूँ, मैं आपको हमेशा पढ़ता हूँ. അപ്പോൾ നമ്മുടെ ലേഖിക വിചാരിച്ചു വേറെ ആരോടെങ്കിലാണ് ഇയാൾ ചോദിക്കണേ, എന്നെ ഇയാൾക്ക് അറിയുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഇയാൾ പറയും, ഞാൻ താങ്കളോട് തന്നെയാണ് ചോദിച്ചത്, എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ നല്ല
സ്നേഹപൂർണമായ കുശലം ചോദിക്കുകയാണ് നമ്മുടെ ചായക്കടക്കാരൻ. बहुत अच्छा लगता है, मैंने उसे शुक्रिया कहा, फिर चाय के पैसे देने लगी. അങ്ങനെ പിന്നെ ചായക്കൊക്കെ ചായ നല്ല ചായയാണെന്നൊക്കെ പറഞ്ഞ് ചായക്ക് കൊടുത്തതിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് കാശ് കൊടുക്കുകയാണ് ചായയുടെ. വഹ് ഹാത്ത് ബാന്ത് കർ ഉസി തരഹ് ഗഡാരഹ. അപ്പോൾ നമ്മുടെ ചായക്കടക്കാരൻ കൈ കെട്ടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്, തീരെ കാശ് വാങ്ങിക്കാൻ കൂട്ടാക്കണില്ല. ബഹുത്ത് ജിന്ദ് കർണേക്കെ ബാദ് ബി ഉസ്കെ ഹാത്ത് ബാന്ത് ഗുലേനെ. കുറേ നിർബന്ധിച്ചിട്ടും അദ്ദേഹം കൈ കെട്ടി തന്നെ നിൽക്കുകയാണ്. मैंने चाय के लिए उसे शुक्रिया कहा और अस्पताल के भीतर चली गई. കുറേ നിർബന്ധിച്ചിട്ട് കാശ് വാങ്ങിക്കാതായപ്പോൾ ചായ കൊടുത്തതിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് നടന്നുപോയി. ദേഖ अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है. അപ്പോൾ നമ്മുടെ ലേഖിക പറയാണ് ഹോസ്പിറ്റലിൻ്റെ അകത്തും പുറത്തും വ്യത്യസ്ത തരം ലോകം ആണെന്ന്. അതായത് എന്താണ് അങ്ങനെ പറയാൻ കാരണം, അവിടെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിൻ്റെ പൈസ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടും ആ കടക്കാരൻ ഫോട്ടോ കോപ്പി കൊടുത്തില്ല. പക്ഷേ ഇവിടെ ചായക്കടക്കാരൻ ചെറിയ കപ്പിൽ ചായ ചോദിച്ചിട്ട് വലിയ കപ്പിൽ ചായയും കൊടുത്തു, ചായയുടെ കാശ് വാങ്ങിക്കാനും കൂട്ടാക്കിയില്ല. അപ്പോൾ രണ്ടും വ്യത്യസ്തങ്ങളായ ലോകങ്ങളാണ് എന്നാണ് പറയുന്നത്. अभाव, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी आत्मीयता और मनुष्यता बचाकर रखी है. ഇല്ലായ്മ, രോഗങ്ങൾ, ദാരിദ്ര്യം, ഇതിൻ്റെ ഒക്കെ ഇടയിൽ സാധാരണ ജനങ്ങൾക്ക് എന്ത് വേണം? കുറച്ച് സ്നേഹം, മറ്റുള്ളവരോട് സ്നേഹം വേണം, മനുഷ്യത്വം വേണം എന്നൊക്കെയാണ് നമ്മുടെ ലേഖിക പറയുന്നത്. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. അതുപോലെ എന്താണ് പറയണത്, ഈ ഭൂമിയിൽ ഏറ്റവും മൂല്യവത്തായിട്ടുള്ളത് എന്താണ്? സ്നേഹമാണ്. താക്കത്വർ മൂല്യ ഹെ, പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹെ. यही इंसान के भीतर समर्पण ला सकता है और यही अतिरिक्त पाने के लालच उसके लिए एक दूसरे पर हमले, एक दूसरे पर अविश्वास और हिंसा सबको ख़त्म कर सकता है. इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. എന്താണ് പറയുന്നത്? ഓരോ മനുഷ്യൻക്കും അത്യാഗ്രഹം, അവിശ്വാസം, ആക്രമണം ഇതൊക്കെ എന്താക്കണം? ഇല്ലാതാക്കണം. പകരം എന്ത് വേണം? സ്നേഹം വേണം. ഈ ഭൂമിയിൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത്. സ്നേഹമാണ് ഏറ്റവും മൂല്യമുള്ള വസ്തു എന്നാണ് നമ്മുടെ ലേഖിക പറയുന്നത്. നത്തിങ് ബട്ട് ലവ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.